മാന്യസദസ്സിന് വന്ദനം. എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം വായുമലിനീകരണം എന്നതാണ്. മനുഷ്യനും ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായ ഒന്നാണ് വായു. അതിൽ 78% നൈട്രജനും 20% ജ്വലന വസ്തുവായ ഓക്സിജനുമാണ്. അപ്പോൾ നമുക്ക് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് പറയുന്നത് ഓക്സിജൻ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രകൃതിയും നമ്മുടെ വായുവും ഒക്കെ വളരെയധികം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 2 മലിനീകരണമാണ് ഉള്ളത്. അതിലൊന്ന് പ്രകൃതി മലിനീകരണവും മറ്റേത് മനുഷ്യ മലിനീകരണവും എന്നത്. പ്രകൃതി മലിനീകരണം എന്നത് ചെടികളിൽ നിന്നോ പൂവുകളിൽ നിന്നോ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ, നെല്ലിൽ നിന്നുണ്ടാകുന്ന പൊടിപടലങ്ങൾ എന്നിവയാണ് പ്രകൃതി മലിനീകരണം. മനുഷ്യ മലിനീകരണം എന്ന് വെച്ചാൽ ഫാക്ടറികളിൽ നിന്നുണ്ടാകുന്ന അതിമാരകമായ പുകയും വണ്ടികളിൽ നിന്നുണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് പുകയും പിന്നെ പല പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാതകവും ഒക്കെയാണ് മനുഷ്യ മലിനീകരണം. അത് വളരെയധികം മോശം തന്നെയാണ്. കാരണം മനുഷ്യവായു മലിനീകരണം എന്ന് വെച്ചാൽ അത് പ്രകൃതിക്ക് ഒരിക്കലും വെച്ചുകൂടാത്തതാണ്. പക്ഷെങ്കിൽ പ്രകൃതി മലിനീകരണം എന്ന് വെച്ചാൽ അത് ചെറുതായി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് മാത്രം പ്രകൃതിക്ക് അത് ഒരു ദോഷവും ഉണ്ടാകുന്നില്ല. മനുഷ്യരുടെ ലാഭത്തിനു വേണ്ടി തന്നെയാണ് മനുഷ്യർ പ്രകൃതിയെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല രോഗങ്ങളും വന്നുകൂടാനും സാധ്യതയാകുന്നു. നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കുകൾ ഇട്ട് കത്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വായുവിൽ ചേരുകയും അങ്ങനെ നമുക്ക് മറ്റു പല രോഗങ്ങളും, ക്യാൻസർ പോലുള്ള മറ്റു പല രോഗങ്ങളും വന്നുകൂടാൻ സാധ്യതയാകുന്നു. അത്രയും മാരകമാണ് മനുഷ്യർ ചെയ്യുന്നത്. അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് വളരെയധികം തെറ്റായ ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഫാക്ടറി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം ഉണ്ടാകുന്ന അവിടെ നിന്നാണ്. കാരണം പല കാര്യങ്ങൾക്ക് വേണ്ടി കത്തിച്ച പല മോശമായ വാതകങ്ങൾ പ്രകൃതിയിലോട്ട് തള്ളുകയും അങ്ങനെ ആ വായു വാതകമായി പോവുകയും ചെയ്യുന്നു. ഇതൊക്കെ കൊച്ചു കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. കാരണം അവർക്ക് ശ്വാസം മുട്ടലും മറ്റു പല വലിയ രോഗങ്ങളും വന്നുകൂടാൻ സാധ്യതയാകുന്നു. വണ്ടികളിൽ നിന്നുണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് പോലുള്ള മാരകമായ വാതകങ്ങൾ ഇപ്പോൾ വളരെയധികം അപകടമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാതകം കൂടാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് മനുഷ്യരുടെ കൂടുതൽ ഉപയോഗങ്ങൾ തന്നെയാണ്. അതുമാത്രമല്ല, മനുഷ്യരുടെ ജനസംഖ്യ കൂടുന്നതോടും മനുഷ്യരുടെ ആവശ്യം കൂടുന്നതോടും കൂടി തന്നെ നമുക്ക് വായു മലിനീകരണം ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നു. അത് വളരെയധികം മോശമാണ്. നമുക്ക് ജീവിക്കാൻ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളാണ് വായു, ഭക്ഷണം, ജലം എന്നിവയൊക്കെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ മോശമായിക്കൊണ്ടിരുന്നാൽ നമുക്ക് വരും കാലങ്ങളിൽ ജീവിക്കാൻ കഴിയുകയില്ല. അപ്പോൾ വായു മലിനീകരണം എന്നത് വളരെയധികം മോശമായ ഒരു കാര്യമാണ്. പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ഒരിക്കലും ഇട്ട് കത്തിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് നമ്മൾ റീസൈക്കിൾ ചെയ്യുക. ടാർ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വായു മലിനീകരണത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും. വായു മലിനീകരണം നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പല രോഗങ്ങളും വന്നുകൂടാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വായു മലിനീകരണം ഇനി ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്